ഈ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന ഷെഫിന്റെ കിരീടം നൂരി വെക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വണ്ടി ഓടിക്കാൻ ചാവിന്റെ ആവശ്യമൊന്നുമില്ല, കയ്യിലിങ്ങനെ പിടിച്ചാൽ മതി. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ ഈ പോകുന്ന ഞാനായിരിക്കും തിരിച്ചു വരിക. ഈ അവസ്ഥ മിക്ക ബോയ്സും അനുഭവിച്ചിട്ടുണ്ടാവും. ഹിന്ദി അറിയാതെ പോയി ബംഗാളിനടി തല വെച്ച് കൊടുത്തിട്ട് ഒരു ടെൻഷൻ അടിക്കാറുണ്ട്. എന്റെ പൊന്ന് സാറേ, അതൊരു ടെൻഷൻ തന്നെയാണ്. പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ല, ഞാൻ മൊട്ടയടിക്കാനാ പോയി. ഈ ചിരിയും കളിയൊക്കെ ഇപ്പൊ നോക്കൂ. ഞാനങ്ങനെ മാർച്ചിലെ ക്രിസ്മസ് അപ്പൂപ്പനായി പോയിട്ട് തിരക്കണ്ടെങ്കിൽ ഇരിക്കുന്നു, വേണമെങ്കിൽ നിന്നിട്ട് മുറിച്ചു തരും, വേണമെങ്കിൽ നടന്നിട്ട് മുറിച്ചു തരും. അത്രക്ക് ഹൈടെക് ആണ്. ക്യാമറയിൽ എന്നെ കണ്ടപ്പോൾ ഞാൻ തന്നെ മേടിച്ചു. ഇത് കണ്ണൂർ ജില്ലാ ആശുപത്രിയല്ല, നമ്മുടെ കോളേജ് പരിപാടിക്ക് വന്നവരാണ്. നാളെയാണ് നമ്മുടെ പരിപാടി. ഇനിയിപ്പോ കുറച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇതിപ്പോ ഇയാൾ ഇവനെ പഠിപ്പിക്കുന്നതാണോ ഇവർ ഇയാളെ പഠിപ്പിക്കുന്നതാണ്? ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ. നാളത്തെ പരിപാടിക്ക് ശേഷം ഏത് വഴി ഇറങ്ങി ഓർഡർ എന്ന് ആലോചിക്കുന്നത് നമ്മൾ ആശാൻ. ഇത് മോട്ടിവേഷൻ ഒന്നല്ല, ഇന്നലത്തെ ഏതോ സീരിയലിന്റെ കഥ പറയലാണ്. പുള്ളി വെറുതെ വന്നിട്ടതാ, പിന്നെ ഔദ്യോഗിക കളിയായി. എനിക്ക് പിന്നെ ഇതൊക്കെ പൂ പറിക്കുന്ന നിസ്സാരം കണ്ടില്ലേ. പുള്ളിക്ക് പിന്നെ വാശിയായി, പിന്നെ ഓടി നടന്നിട്ടില്ലേ. ഇതിലൊന്നും പുള്ളി തളർന്നിട്ടില്ല, പക്ഷെ ഞാൻ കിടന്നുറങ്ങിപ്പോയി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ തെറ്റേ വീട്ടിൽ പോകുന്നതായി പുള്ളി. അതുകൊണ്ട് ഞാനപ്പോൾ ഇറങ്ങി. എന്നെ പോലെ മുറിക്കാൻ പറഞ്ഞപ്പോ അവർ പോയി വേറെ രീതി മുറിച്ചു. ഇനി ഞാൻ പോയി അവരെ പോലെ മുറിക്കണം. ഇതിനൊരു അന്ത്യമില്ലേ. അറബിപ്പാട്ട് ഇട്ട് ഇവക്ക് ഭയങ്കര സങ്കടം. എന്താണോ കലോത്സവം ഫുള്ള് പൂരപ്പറമ്പ് പോയി ബാക്കി. ആ അത്ഭുതം അങ്ങനെ അവസാനം സംഭവിച്ചു. അപ്പൊ ഓക്കെ ബൈ, ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം.